അസ്സലാമു അലൈക്കും. ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ ഉച്ചക്കത്തെ ഭക്ഷണമാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പുതിയാപ്ലക്കോരയാണ്, പാലക്കാട് സ്റ്റൈലിലാണ് ഞങ്ങൾ കറി വെക്കുന്നത്. അത് ഞാൻ അടുപ്പത്ത് മങ്കുടുക്കയിലാണ് വെക്കാറ് കേട്ടോ, പിന്നെ വിറകടുപ്പിൽ. അതിന് വേണ്ട സാധനങ്ങൾ: ഉള്ളി 3 തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒക്കെ. പിന്നെ ഞാൻ ഒക്കെ കഴുകി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ച് അരിഞ്ഞ് അതവിടെ വെച്ചതാണ് കണ്ടത്. എന്നിട്ട് മങ്കുടുക്ക കഴുകി അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളവിടെ എന്താ മീനിന് പേരെന്നുണ്ടെങ്കിൽ എന്നോട് പറയണം. ഞങ്ങളിവിടെ പുതിയാപ്ലക്കോരാന്നാണ് പറയുക. അതിലേക്ക് കടുകിട്ടുണ്ട്, പിന്നെ എണ്ണ ചൂടാക്കുമ്പോൾ കടുകിട്ട്, പിന്നെ ഉലുവടും. നിങ്ങളവിടെ എന്താണെന്ന് വെച്ചാൽ ആ മീനിൻ്റെ പേര് പറയണം കേട്ടോ. ഉലുവട്ട് അതൊന്ന് പൊട്ടിയിതാകുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും പാടെ ഇടണം. പിന്നെ വേപ്പിൻ്റെ ഇല ഇടണം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളിയാണ് കറി. ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് അതൊന്ന് വഴറ്റി വന്നതിന് ശേഷം പിന്നെ നമ്മൾ വലിയ ഉള്ളിയും ഉപ്പിട്ട് കുറച്ച് നേരം വഴറ്റിയെടുക്കണം കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ പച്ചമുളകൊക്കെ ഒന്ന് വലിയ വേപ്പിൻ്റെ ഇല ഇട്ടുണ്ട് കേട്ടോ. വലിയ ഉള്ളിയാണ് 3 എടുത്തിട്ടുണ്ടായിരുന്നു. അത് വെട്ടി അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അത് കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. കണ്ടോളി. എന്നിട്ട് അത് നല്ലോണം വഴറ്റിയെടുക്കുക. ഞാൻ പുകടുപ്പാണ് എൻ്റെ വിറകിൽ, അടുപ്പത്ത് മങ്കുടുക്കയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല വഴറ്റിയെടുക്കണം. ഉപ്പിടണം കേട്ടോ. ഉപ്പിട്ടാൽ വേഗം ഉള്ളി വഴറ്റി വരുന്ന പറയുക. നല്ല അടിപൊളി കാര്യമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്യണം. ചെയ്തിട്ടേക്ക് കമൻ്റ് ഇടണം. ഞങ്ങൾ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് എടുത്ത് നോക്കുകയാണ്. എന്തെങ്കിലും കുറ്റമോ കുറവോ ഉണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളോട് പറയണം കേട്ടോ. തക്കാളി ഇടണം. തക്കാളി ഇട്ട് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞു പോകണം കേട്ടോ. അങ്ങനെ അടച്ച് വെച്ചാൽ വേഗം വെന്ത് കിട്ടുന്ന പറയുക. അങ്ങനെ അടച്ച് വെച്ച് ഇവിടെ തുറന്ന് നോക്കുക കേട്ടോ. നല്ല ചൂടായിരുന്നു. അതാ കയ്യൊക്കെ ഒന്ന് ഇതായി. അതാ ഞാൻ വേഗം എടുത്ത് അങ്ങോട്ട് ഇട്ടത്. നല്ല ചൂട്, എന്ത് ചൂടാണെന്നറിയോ. ഉണ്ടാവുക തക്കാളിയൊക്കെ നോക്കി നോക്കി ഇങ്ങോട്ടൊക്കെ ഉടച്ചാൽ അങ്ങനെ ഉടഞ്ഞു പോകണുണ്ട് കേട്ടോ. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി ഇടുക, 1/4 ടീസ്പൂണ്. അതൊന്നിങ്ങനെ വറ്റി വെക്കുക. പിന്നെ മുളക് പൊടി ഇടണം, 2 ടീസ്പൂണ്. ഇത് സാധാ മുളക് പൊടിയാണ്.
ഒരു മീൻ പുതിയാപ്പിളക്കോര വേഗം വേവുമല്ലോ, അത് മുള്ള് ഇതാവുന്നല്ലേ പറയാം. ഒരു 5-10 മിനിറ്റ് വേണ്ട, ഒരു 8 മിനിറ്റൊക്കെ മതി കേട്ടോ. ഒന്ന് മീനിട്ടിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കൽ. നമ്മളെ കറി വെന്തുണ്ട്. കുറച്ച് വേപ്പിൻ്റെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കറി കണ്ടോളി മക്കളെ, കണ്ടോ കറി എങ്ങനെയുണ്ട്. ഇനി ഞങ്ങളിവിടെ മാന്തൾ എന്നാണ് പറയുക. അന്ന് മാന്തൾ പൊരിച്ചതാണ് കേട്ടോ. അന്ന് ഉച്ചക്കത്തെ വിഭവങ്ങളാണല്ലോ ഫുള്ള്. ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ മുളക് പൊടി ഇട്ടു, പിന്നെ ഉപ്പിടും കേട്ടോ, കുറച്ച് ഉപ്പിട്ടു. മാന്തളാണെന്ന് പുതിയാപ്പിളക്കോര കറിയും മാന്തൾ പൊരിച്ചതും പിന്നെ ഉണ്ട് കേട്ടോ, വരുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മീൻ മസാല ഇട്ടുണ്ട് കേട്ടോ. അതാ മീറ്റ് മസാലയാണത്. പിന്നെ വലിയ ജീരകം ഇട്ടാൽ നല്ല രസമാണ് മീൻ പൊരിക്കുമ്പോൾ. കുറച്ച് വലിയ ജീരകം ഇട്ടിട്ട് അത് നമ്മൾ അതിൽ കൂടെ കടിക്കുമ്പോൾ മറ്റേ എല്ലാം ഇതുണ്ടാവും. കുറച്ച് വലിയ ജീരകം മീൻ പൊരിക്കുമ്പോൾ വലിയ ജീരകം കുറച്ച്. അതിന് മുന്നൊരു വീഡിയോ മീൻ പൊരിക്കുന്നത് ഷോർട്സ് ഒക്കെ നമ്മൾ കണ്ടറിയാം. മീൻ പൊരിക്കുന്നത് വെളുപ്പിന് കേട്ടുള്ളത്. നല്ലോണം കയ്യേറ്റ് അങ്ങോട്ട് തിരുമ്പി പിടിക്കുക. എല്ലാതും അതൊന്നും മിക്സ് ആക്കേണ്ട, കയ്യേറ്റ് അങ്ങനെ തിരുമ്പി പിടിക്കുക. എല്ലാം തിരുമ്പി പിടിക്കണം കേട്ടോ, എല്ലായിടത്തും ആവണം. ഞാൻ അടുപ്പത്ത് തന്നെ കേട്ടോ ചട്ടിയിൽ ഉണ്ടാക്കുക. ഞാൻ അതിനായിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുന്ന ചട്ടിയാണ്. നല്ല മസാല കണ്ടോ, എല്ലായിടത്തും നല്ല പിടിക്കണ പോലെ കയ്യേറ്റ് നല്ല തിരുമ്പി കൊടുക്കുക കേട്ടോ. നല്ല തിരുമ്പി എല്ലായിടത്തും മസാല പിടിക്കും. കയ്യേറ്റ് തന്നെ തിരുമ്പാം കണ്ടോ, തിരുമ്പി മസാല ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ചട്ടി അടുപ്പത്തിന് കറി വന്ന അടുപ്പത്ത് തന്നെ ചട്ടി വെച്ചിട്ടുണ്ട്. അതിൽ മീനിട്ടു. അങ്ങനെ മീൻ കണ്ടോ, ഓരോ മാന്തളുകൾ നല്ല വലിയ മാന്തളാണ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മാന്തൾ എന്നാണ് ഞങ്ങളിവിടെ പറയുക കേട്ടോ. നിങ്ങൾ മാന്തൾ എന്നാണോ അല്ലേന്നുള്ളത് കമൻറ്റ് ചെയ്യണം. കണ്ടോ മാന്തൾ, എണ്ണ നല്ല ചൂടായ കാരണം മാന്തൾ ഇടുമ്പോൾ കണ്ടോ. പിന്നെ മാന്തൾ ഒരു ഭാഗം വെന്ത് ഞാൻ മറിച്ചിടാണ് കേട്ടോ, മറിച്ചിടാണ്. നല്ല കുട്ടികൾ പൊരിക്കാൻ കേട്ടോ. ഭാഗം വണ്ട് ഞാനൊരു പാത്രത്തേക്ക് ഒഴിച്ചെടുക്കാണ്. ട്രിപ്പിലും കൂടി ഇല്ലാണ്ട് ഞാനിത് പേര് വന്നിട്ട് പിന്നെ വെക്കുന്നുണ്ട്. അങ്ങനെ മാന്തളയായി. ഇനി ഞാൻ മുട്ടപ്പേരി ഉണ്ടാകും. 2 മുട്ട എടുക്കണം. അതിലേക്ക് 3 വെല്ലുള്ളി, ഒരു വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചിയും, ഒരു തക്കാളി, 8 പച്ചമുളക്. കുട്ടികളൊന്നും അവർക്ക് എരിവല്ല, അത് കഴിഞ്ഞിട്ട് അത് പൊരിച്ചത് ഇട്ടാണ് വെച്ചിട്ട് അത് ചെറുന്നനാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഗ്യാസുമ്മലാണ് ഉണ്ടാക്കുന്നത് കേട്ടത്. അത് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ
ചൂടായതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചിയും പിന്നെ പച്ചമുളകും വേപ്പിലയിലിട്ട് നന്നായി വഴറ്റി നല്ലപോലെ വഴറ്റി വന്നതിന് ശേഷം ഞാൻ റവയിലൊന്ന് ചെറുങ്ങനെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു അത് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളെങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ അതും പറയണം. എന്തേലും കുറ്റം എന്തേലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ഉപ്പിടുക, നല്ല വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം തക്കാളി ഉണ്ടല്ലോ കുക്കറിനാക്കി ഇരുന്നുണ്ട് അതായത് പിന്നെ മഞ്ഞപ്പൊടി വേണം. ഞാനിതിൽ കുറച്ച് ചിക്കൻ മസാല ഇട്ടോ, കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. കുറച്ച് ഉണ്ടാവും ചിക്കൻ മസാല ഇട്ടിട്ട് അത് നല്ലൊന്ന് അതിന് ആ പച്ചമുളകൊക്കെ ഒന്ന് മാറുന്ന പോലെ ഒന്ന് നല്ലൊന്ന് വറുത്തെടുക്കാം. പിന്നെ കുട്ടി വന്നിട്ട് കോഴിമുട്ട പൊട്ടിച്ചത് പറഞ്ഞത് നല്ല കുഞ്ഞി കോഴികളാണ്. കോഴിമുട്ട ഒഴിച്ച് പറഞ്ഞ് അതിന് കോഴിമുട്ട ഉപ്പേരി. അപ്പം ചോറ് പുതിയാപ്ലത്തോറ് കറിയും മാമ്പഴ പൊരിച്ചതും പിന്നെ കോഴിമുട്ട ഉപ്പേരി പിന്നെ തേങ്ങ ചമ്മന്തി ആട്ടെ. തേങ്ങ ചമ്മന്തി ഞാൻ ആദ്യം വീഡിയോ എടുക്കുന്നത് ഇങ്ങനത്തെ ഫുഡാണ് ഉച്ചക്കത്തെ. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.